ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താ? ലിവറിൽ കൊഴുപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഉറക്കമില്ലായ്മ ഫാറ്റി ലിവർ ഉണ്ടാക്കാം. ഒരാൾക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂറാണ് ഉറക്കം അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു 24 മണിക്കൂറിൽ എത്ര കാലറി കഴിക്കണം, ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ എന്ത് ജ്യൂസ് ആണെങ്കിലും നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിനകത്തുള്ള പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നാര് പോകുന്നു എന്നുള്ള. നമുക്ക് ഫൈബർ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഫ്രൂട്ട് എടുത്താലും, ആപ്പിൾ എടുത്തു, അപ്പോൾ ABC ജ്യൂസിനകത്ത് ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിളിൻ്റെ അകത്തുള്ള ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഫ്രക്ടോസ് ആണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന ആൾ. പക്ഷേ ആപ്പിൾ മൊത്തമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നാരുള്ളത് കൊണ്ട് ഈ ഫ്രക്ടോസിനെ ബ്ലഡിലേക്ക് ഇറങ്ങാൻ അത് സമ്മതിക്കുന്നില്ല. ലിവർ ഫംഗ്ഷനിങ്, കിഡ്നി ഫംഗ്ഷനിങ്, ഗട്ട് ഹെൽത്തിനൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത്തിരി മഞ്ഞപ്പൊടി തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇഞ്ചി, തേൻ ഒക്കെ ഒഴിച്ച് കലക്കി അത് സ്ട്രെയിൻ ചെയ്ത് കുടിക്കുന്ന പ്രാക്ടീസ് കാണാറുണ്ട്. അത് ചെയ്യാനേ പാടില്ല. കാരണം ഈ പറഞ്ഞ പോലെ തേൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഷുഗർ ഉണ്ട്. രാവിലെ തന്നെ ഷുഗർ കുടിച്ച് നമുക്ക് വെറുതെ ലിവറിലേക്ക് ഷുഗർ കയറി പോകാന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷം. ഈ മഞ്ഞപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ കുറിക്കുമെന്ന് പറഞ്ഞ സാധനം ബ്ലഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ അബ്സോർബ് ആവില്ല, അത് അതേപോലെ പോവുള്ളൂ. പിന്നെ അത് കൂടാണ്ട് പല പല ആൽക്കലോയിഡ് ഈ പറഞ്ഞ സാധനങ്ങൾക്കകത്തുണ്ട്. ഈ ആൽക്കലോയിഡിൽ ചിലപ്പോൾ ദോഷം ചെയ്തു എന്ന് ഇരിക്കാം. ഈ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരവസ്ഥയുണ്ടോ? പണ്ടത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ ലിവറിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ? ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താ? ലിവറിൽ കൊഴുപ്പുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ലിവറിൽ കൊഴുപ്പുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ലിവറിൽ കൊഴുപ്പ് മാത്രമാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ല. കാരണം ലിവറിൽ ഒരാൾക്ക് 100 പേർക്ക് ലിവറിൽ കൊഴുപ്പുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരാളെ ലിവർ സിറോസിസ് ആയിട്ട് 15 വർഷം കൊണ്ട് മാറുള്ളൂ. 1% റിസ്ക്കേ ഉള്ളൂ. പക്ഷേ ഈ കൊഴുപ്പിൻ്റെ കൂടെ ചിലർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. നമ്മൾ പറഞ്ഞ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ SGOT, SGPT കൂടി നിൽക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലമേഷൻ ഉള്ളവർ, ലിവറിൽ നീര് വരിക, സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, അങ്ങനെയുണ്ടെങ്കിൽ ലിവർ സിറോസിസ് വരാനുള്ള റിസ്ക് 1 നിന്ന് 30% കൂടും. അത് ഈ 15 വർഷം വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് വരാം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസ്ക് കൂടി. ഇനിയും അങ്ങനെയുള്ളവരെ നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്യണം. അതൊന്ന്. അപ്പോൾ ആൾക്കാർ പറയും 30% റിസ്ക് അല്ലേ ഉള്ളൂ, 70% റിസ്ക് ഇല്ലല്ലോ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഈ സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർ അവരുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള മരണകാരണം എന്താ? ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അല്ല, ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പോൾ ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ലിവറിൻ്റെ അസുഖം മാത്രമല്ല, ഈ മെറ്റബോളിക് സിൻഡ്രോം, ഇപ്പോൾ അതായത് ഹാർട്ടും കിഡ്നിയും ബ്രെയിനും ഒക്കെ അടങ്ങുന്ന ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പെട്ടെന്ന് കാണാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഫാറ്റ് ലിവർ. ഫാറ്റ് ലിവർ വന്നു എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു എന്നർത്ഥം. അപ്പം നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെയും സ്ട്രോക്കും ഒക്കെ വരാനുള്ള റിസ്ക് കൂടുതലാണ്. നമ്മൾ പെട്ടെന്ന് അതിനെ ട്രീറ്റ് ചെയ്ത് നേരെയാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ട്രീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ നമ്മൾ ലിവർ സിറോസിസ് ആയാൽ തന്നെ, ഏർലി സിറോസിസ് ആയാൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് നേരെയാക്കാൻ പറ്റും. ഇപ്പോൾ മരുന്നുകളുണ്ട്. ഞാൻ കുറച്ച് ജീവിത ശീലങ്ങൾ പറയാം, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ പറയാം. ഇത് ലിവർ ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് എത്രമാത്രം അഡ്വേഴ്സ് ആവും, എത്രമാത്രം ഗുണകരമാവും എന്നുള്ള രീതിയിലൊന്ന് സംസാരിക്കണം. എത്രമാത്രം ദോഷമാണ്, എത്രമാത്രം ആരോഗ്യപരമാണ് എന്നുള്ളത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉറങ്ങുക, അതായത് ലേറ്റായിട്ട് കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നോർമലായിട്ട് എഴുന്നേൽക്കുക. അത് ലേറ്റായിട്ട് കിടക്കുന്നത് എങ്ങനെ ലിവറിനെ ബാധിക്കും? പ്രോപ്പർ ഉറക്കമില്ല, അതായത് ഉറക്കമില്ലായ്മ ഫാറ്റി ലിവർ ഉണ്ടാക്കാം. ഓക്കെ. അതായത് ഒരാൾക്ക് ഒരു ദിവസം 8 മണിക്കൂർ, 24 മണിക്കൂറിൽ 8 മണിക്കൂറാണ് ഉറക്കം അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കത് കിട്ടണം. അതിൽ കുറവ് കിട്ടിക്കഴിഞ്ഞാൽ, അത് ലേറ്റായിട്ട് കിടന്ന് ആ ടൈമിങ്ങിനും സത്യം പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 8 മണിക്കൂർ എപ്പോഴെങ്കിലും, അപ്പോൾ ജോലി, ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നൈറ്റ് ഡ്യൂട്ടി ഉള്ള രാവിലെ ആയെങ്കിലും ഉറങ്ങി ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ ഉറക്കം, നല്ല ക്വാളിറ്റി ഉള്ള ഉറക്കം കണ്ടുപിടിക്കണം. അതിനുള്ള സമയം കണ്ടുപിടിക്കണം. കാരണം അത് ഇല്ലെങ്കിൽ, നമ്മൾ ഉറക്കം ഇല്ലാണ്ടിരുന്നിട്ട് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറഞ്ഞ പല ഹോർമോണുകളുണ്ട്, നമ്മുടെ ഷുഗർ കൂട്ടുന്ന ഹോർമോൺസ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു, ഫാറ്റ് ലിവർ വരുന്നു. അപ്പോൾ ഫാറ്റ് ലിവർ ഭയങ്കര കോമൺ ആണ് ഉറക്കമില്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ രാത്രി ഫോൺ ഉപയോഗിച്ച് ഉറക്കത്തിലേക്ക് വീഴുന്നവർ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ക്വാളിറ്റി സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഉറക്കവും കിട്ടണം. ഈ പറഞ്ഞ പോലെ ഈ ഫോണിൻ്റെ ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ക്വാളിറ്റി സ്ലീപ്പും കിട്ടില്ല, ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്, നേരത്തെ എണീക്കുന്നത് സൂക്ഷിക്കണം. 8 മണിക്ക് ശേഷം ഹെവി ആയിട്ടുള്ള ഭക്ഷണം, ഇപ്പോൾ ബിരിയാണി അല്ലെങ്കിൽ 4 പൊറോട്ടയും ബീഫ് ഫ്രൈയും ഒക്കെ കഴിച്ചിട്ട് ഡിന്നർ ഹെവി ആക്കുന്ന ആളുകൾ, അത് ലിവറിനെ എങ്ങനെ ബാധിക്കും? അത് പ്രത്യേകിച്ച് ഡിന്നർ ഹെവി ആയതുകൊണ്ടല്ല, നമുക്ക് പറഞ്ഞ പോലെ കാലറി റെസ്ട്രിക്ഷനാണ് ഫാറ്റ് ലിവർ വരാണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് 16 മണിക്കൂർ ഫുഡ് കഴിക്കാതെ, അല്ലെങ്കിൽ 18 മണിക്കൂർ ഫുഡ് കഴിക്കാതെ ബാക്കി ഒരു 4-5 മണിക്കൂറിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ചിലപ്പോൾ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയും, 4 മണിക്കൂറിൽ അവർ കഴിക്കുള്ളൂ, ബാക്കി 20 മണിക്കൂർ അവർ കഴിക്കില്ല. ആ 4 മണിക്കൂറിൽ അവർ ഇതേപോലെ ഹെവി ആയിട്ട് കഴിച്ചു എന്നിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ ടോട്ടൽ കാലറി ഒരു ദിവസം അവർ 24 മണിക്കൂറിൽ എടുക്കുന്ന കാലറി അത്രേ ഉണ്ടാവുള്ളൂ. അവർ ചിലപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടാവും, അവർ എക്സസൈസ് ചെയ്തേ ഒരു ദിവസം 2400 കാലറി അവർ എക്സസൈസ് ചെയ്ത് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു 1900 കാലറി വരെ എടുക്കാം. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു 24 മണിക്കൂറിൽ
എത്ര കാലറി കഴിക്കുന്നു, ഉം, ഉം. എത്ര കഴിക്കുന്നു, ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ. അതിൻ്റെ അകത്ത് ദോഷമുള്ള സാധനങ്ങളുണ്ട്. ആ. അതായത് പറഞ്ഞ പോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ കൊക്കക്കോള, ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ, കൊക്കോളയ്ക്കകത്ത് അതാണ് ഉള്ളത്. അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റ് ലിവറിനെ ഉണ്ടാക്കും. ഉം, ഉം, അപ്പോൾ ഉം, ഉം. പൊറോട്ടയും ഇത് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കുക എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യണമെന്നല്ല, അതെ, അതെ, ഇടയ്ക്കിടയ്ക്കൊക്കെ അതെ. കഴിക്കാം. ദിവസവും 2 ലിറ്ററിന് താഴെ മാത്രം വെള്ളം കുടിക്കുന്നവർ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഇറങ്ങിപ്പോകാൻ വേണ്ടി മാത്രം വെള്ളത്തെ ആശ്രയിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് അവരുടെ ലിവർ ഫംഗ്ഷൻ ഏത് വിധത്തിലായി മാറും? ലിവറും വെള്ളമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട്. ആ. നല്ലപോലെ വെള്ളം കുടിച്ചാലേ ലിവറിൻ്റെ അകത്ത് നമ്മുടെ സർക്കുലേഷൻ ഉണ്ടാവുള്ളൂ, ലിവറിൻ്റെ അകത്ത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. പക്ഷേ അത് ഡയറക്റ്റായിട്ട് ലിവറിനേക്കാൾ ബാധിക്കുന്ന ഒരു കൂടുതൽ ഏരിയ അല്ല. കിഡ്നിയാണ് ബാധിക്കുക. ഓ. കിഡ്നി ആയിട്ടാണ് വെള്ളത്തിൻ്റെ വാട്ടർ മെറ്റബോളിസം നടക്കുന്നത് കിഡ്നിയിലാണ്. അപ്പോൾ വെള്ളം ദാഹിക്കുമ്പോഴൊക്കെ കുടിക്കണം എന്നുള്ളത് നമ്മുടെ ഇൻ ജനറൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. ഉം. ലിവർ സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ വേണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ലിവറിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഡ്രിങ്കുകളൊക്കെ ഓൺലൈനിൽ പരക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥയും ഇന്ന് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നും കൂടി അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഇപ്പോൾ ABC ജ്യൂസ്, ഈ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, അല്ലെങ്കിൽ ആംല, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇപ്പോൾ ആംല, ആപ്പിളും ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനെയൊക്കെ പല കോമ്പിനേഷൻസ് വരാറുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട്, ഇത് ജ്യൂസാക്കി കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് എന്ത് മാറ്റം വരും, അങ്ങനെ എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതായിട്ട് ഇൻഫർമേഷൻ ഉണ്ടോ? ABC ജ്യൂസ് കൊണ്ട് എന്ത് ജ്യൂസാണെങ്കിലും ആ. നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിനകത്തുള്ള പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നാര് പോകുന്നു എന്നുള്ള. ഉം, ഉം, ഉം. നമുക്ക് ഫൈബർ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എന്ത് ഫ്രൂട്ട് എടുത്താലും, ആപ്പിൾ എടുത്തു, അപ്പോൾ ABC ജ്യൂസിനകത്ത് ആപ്പിൾ ഉണ്ടല്ലോ, ഉം, ആപ്പിളിൻ്റെ അകത്തുള്ള ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. ഉം. അപ്പോൾ ഈ പറഞ്ഞ ഫ്രക്ടോസ് ആണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന ആൾ. പക്ഷേ ആപ്പിൾ മൊത്തമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നാരുള്ളത് കൊണ്ട് ഈ ഫ്രക്ടോസിനെ ബ്ലഡിലേക്ക് ഇറങ്ങാൻ അത് സമ്മതിക്കുന്നില്ല. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഈ നാരെല്ലാം പോവാണ്. ക്യാരറ്റിന് നല്ല നാരുള്ള സാധനം, അത് നാര് പോവാണ്. അപ്പോൾ ആ നാര് പോകുമ്പോൾ ഈസി ആയിട്ട് ഈ ഷുഗർ നേരെ ലിവറിലേക്ക് ചെന്ന് ഫാറ്റ് ലിവർ ഉണ്ടാക്കാം. ഉം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആപ്പിൾ മൊത്തമായിട്ട് കഴിക്കുക, ക്യാരറ്റ് കഴിക്കുക, അങ്ങനെ ABC ജ്യൂസ് കുടിച്ചുകൊണ്ട് ഫാറ്റ് ലിവർ മാറിയ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. ABC ജ്യൂസ് കൊണ്ട് ദോഷം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഓക്കെ, ഈ ഓക്കെ. പറഞ്ഞ പോലെ കാലറി കൂടിയത് കൊണ്ട് കൂടിയാൽ ഫാറ്റ് ലിവർ വരാം. പിന്നെ ഓക്കെ. ആംലയുടെ കാര്യം പറഞ്ഞു, ഇത് നല്ലതാണ്, നെല്ലിക്ക നല്ലതാണ്, ഒരെണ്ണമൊക്കെ ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ നെല്ലിക്കയൊക്കെ ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് ലിവറിന് പ്രശ്നം ഉണ്ടായ ആൾക്കാരുണ്ട്. അതായത് ഓക്കെ. എക്സ്ട്രാക്റ്റുകളെ, ഈ ആ, ആംല എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിയും. അപ്പോൾ ഒരളവ് വരെ ഓക്കെയാണ്. ഉം, അപ്പോൾ അത് ഉം, ഒരു ദിവസം ഡെയിലി ഇങ്ങനെ നമ്മൾ ആംല തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അളവുണ്ടല്ലോ, ഉം, അതിന് ഉം, ഉം, ഉം. എഫക്റ്റ് നമുക്ക് വരും ആൽക്കലോയിഡ് കാരണം. ഇപ്പോൾ രാവിലെ ലിവർ ഫംഗ്ഷനിങ്, കിഡ്നി ഫംഗ്ഷനിങ്, ഗട്ട് ഹെൽത്തിനൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത്തിരി മഞ്ഞപ്പൊടി തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇഞ്ചി, തേൻ ഒക്കെ ഒഴിച്ച് കലക്കി അത് സ്ട്രെയിൻ ചെയ്ത് കുടിക്കുന്ന പ്രാക്ടീസ് കാണാറുണ്ട്. അത് ശരിക്കും എത്രമാത്രം ഹെൽത്തിയാണ്, എത്രമാത്രം എഫക്റ്റീവ് ആണ്? അത് ചെയ്യാനേ പാടില്ല. കാരണം ഈ പറഞ്ഞ പോലെ തേൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഷുഗറുണ്ട്. ആ, രാവിലെ തന്നെ ഷുഗർ കുടിച്ച് നമുക്ക് വെറുതെ ലിവറിലേക്ക് ഷുഗർ കയറി പോകാന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷം. ആ, രണ്ടാമത്തേത് മഞ്ഞപ്പൊടി. ആ, അപ്പോൾ മഞ്ഞപ്പൊടിക്കകത്തുള്ളത് കുർക്കുമിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ. അപ്പോൾ അത് ലിവർ ഹെൽത്തിന് വേണ്ടി പല പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഉം. ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഈ മഞ്ഞപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ കുർക്കുമിൻ എന്ന് പറഞ്ഞ സാധനം ബ്ലഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ അബ്സോർബ് ആവില്ല, ആ. അത് അതേപോലെ പോവുള്ളൂ. പിന്നെ അത് കൂടാണ്ട് പല പല ആൽക്കലോയിഡ് ഈ പറഞ്ഞ സാധനങ്ങൾക്കകത്തുണ്ട്. ഓ. അപ്പോൾ ഈ ആൽക്കലോയിഡിൽ ചിലപ്പോൾ ദോഷം ചെയ്തു എന്ന് ഇരിക്കാം. പിന്നെ മെയിനായിട്ടുള്ള ഈ ഹണിക്കകത്തുള്ളൊക്കെയുള്ള പഞ്ചസാരയല്ലേ, പഞ്ചസാര കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലറി കൂടും. അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. ഉം, പക്ഷേ ഉം, നമ്മൾ അത് ചെയ്യാണ്ട് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ കുടിച്ചിട്ട് ലിവർ ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലിവറിന് പ്രശ്നം തന്നെ ഉണ്ടാക്കുള്ളൂ. ഉം, ഉം. ഓക്കെ. അപ്പോൾ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഈ ഓവർനൈറ്റ് ഓട്സ്, അതിപ്പോൾ വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു നേരത്തെ പറഞ്ഞ സൂപ്പർ ഫുഡാണ്. അതിൻ്റെ ഒരു ഹെൽത്ത് എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്? ഓവർനൈറ്റ് ഓട്സ് ഒരു നല്ല ഭക്ഷണമാണ്. ആ. ഓട്സ് നല്ല ഭക്ഷണം എന്ന് പറയാൻ കാരണം അതിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അകത്ത് ഷുഗർ അധികം കൂട്ടുന്നില്ല, ഉം, നല്ലപോലെ ഫൈബർ ഉണ്ട്, നാരുള്ള സാധനമാണ്. അപ്പോൾ ഓട്സ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഷുഗർ ഉള്ളവർ, അൺകൺട്രോൾ ഷുഗർ ഉള്ളവരൊക്കെ ഇത് കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു നല്ല ഭക്ഷണമാണ്. പക്ഷേ അത് മാത്രമാണ്, അത് ഒരു സൂപ്പർ ഫുഡായിട്ട് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചും അതിൻ്റെ അളവ് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 4 ഇഡ്ഡലി കഴിക്കുന്ന ഒരാൾ 2 ഇഡ്ഡലി ആക്കിയാൽ അത് മതി. ഉം, ഉം, ഉം. ഓവർനൈറ്റ് ഓട്സ് വാങ്ങിച്ച് അങ്ങനെ ഉണ്ടാക്കണമെന്നില്ല. ഇപ്പോൾ എല്ലാത്തിനും പ്രോട്ടീൻ കണ്ടെത്തുന്ന ഒരു രീതിയും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ പ്രോട്ടീൻ ഓട്സ് ഉണ്ട്, പ്രോട്ടീൻ സ്നാക്സ് ഉണ്ട്, പ്രോട്ടീൻ ലഡു ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും പ്രോട്ടീൻ ഉള്ളൊരു ലോകത്താണ് പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ ഇൻടേക്ക്, അത് പ്രോട്ടീൻ പൗഡറിൽ നിന്നും വേ പ്രോട്ടീനിൽ നിന്നൊക്കെ എടുക്കുന്നതിന് നമ്മൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്? പ്രോട്ടീൻ നല്ലതാണ്. ആ.
ലിവറിന് മോശമല്ല. അപ്പോൾ ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ 1.5 ഗ്രാം പെർ കെ ജി, അതായത് ഒരു 60 കിലോ ഉള്ള ഒരാൾ 90 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം എടുക്കണം. അത് നമ്മുടെ ഇന്ത്യൻ ഡയറ്റിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പ്ലേറ്റിൽ 4 ഇത് എടുക്കാന്നൊക്കെ പറഞ്ഞത്, മുട്ട ഒരു ദിവസം ചിലപ്പോൾ ഒരു 10 മുട്ട 20 മുട്ട കഴിക്കേണ്ടി വരും. 90 ഗ്രാം എത്തണമെങ്കിൽ ഒരു മുട്ടയിൽ 6 ഗ്രാം ഉള്ളത്. അപ്പോൾ അത് നമുക്ക് അത്രയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അതൊരു ഹോൾ എഗ്ഗിലല്ലേ? ഹോൾ എഗ്ഗിൽ മഞ്ഞയും കൂടി മഞ്ഞ ഇല്ലെങ്കിൽ 4 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ വേ പ്രോട്ടീൻ പലപ്പോഴും നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലിവർ സിറോസിസ് പേഷ്യൻസിന് വരെ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് വേ പ്രോട്ടീൻ. ടോട്ടലി സേഫ് ആണ്. വേ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. വേ പ്രോട്ടീൻ സേഫ് ആണ്. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ജിമ്മിൽ പോകുന്ന ആൾക്കാർ കഴിക്കുന്നത് സേഫ് ആണ്. ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് എന്ന് പറയുന്നത് സേഫ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സേഫ് ആണ്. ബാക്കി കാര്യങ്ങളൊന്നും സേഫ് അല്ല. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്ന എപ്പോഴും നല്ലതാണ്. അത് വില കൂടിയ സോഴ്സിലേക്ക് പോകണമെന്നില്ല. അത് പ്രോട്ടീൻ സ്നാക്സും പ്രോട്ടീൻ ലഡ്ഡും അങ്ങനെ വാങ്ങിക്കണമെന്നില്ല. നമുക്ക് ചീപ്പായിട്ടും ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പ്രോട്ടീൻ സോയാബീൻ കഴിച്ചാലും പ്രോട്ടീൻ കിട്ടും, മീൻ കഴിച്ചാലും പ്രോട്ടീൻ കിട്ടും. നല്ല സോഴ്സ് എന്ന് പറഞ്ഞാൽ ലീൻ പ്രോട്ടീൻ സോഴ്സ്. ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഇല്ലാത്ത പ്രോട്ടീൻ. ഏറ്റവും നല്ല സോഴ്സ് മുട്ടയാണ്. മുട്ട എത്ര വേണമെങ്കിലും കഴിക്കാം നമുക്ക്. അത് പൈസയാണ് ഇഷ്യൂ എങ്കിൽ വില കൂടിയ പ്രോട്ടീൻ വേ പ്രോട്ടീൻ വാങ്ങണമെന്നില്ല. മുട്ട കഴിച്ച് നമുക്ക് നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഒരു തലവേദന ഉണ്ടായാൽ ഒരു ഡോളോ എടുത്ത് കഴിക്കുക, പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക, കാൽപോൾ എടുത്ത് കഴിക്കുക. ഈ പനി വരുമ്പോഴേക്കൂടിയും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നല്ല പനിയുണ്ട്, ഒരു ഗുളിക തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു കളർ ഗുളിക തരും, അതെടുത്ത് കഴിക്കുക. പെയിൻ കില്ലേഴ്സ് എത്രമാത്രം ദോഷകരമാണ് ലിവർ? പെയിൻ കില്ലറിനെ കുറിച്ച് പറയുമ്പോൾ പാരസെറ്റമോൾ ആദ്യം പറഞ്ഞത്. പാരസെറ്റമോൾ ലിവറിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പെയിൻ കില്ലറാണ്. നമ്മളിപ്പോൾ നമുക്കൊരു ഉദാഹരണമുണ്ട്, പാരസെറ്റമോൾ ലിവർ ആണ്, അതായത് അതിനൊരു ഡോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡോസിന്റെ മുകളിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് ടോക്സിക് ആണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഡോസിലൊന്നും അത് പ്രശ്നം ഉണ്ടാക്കാം. ഒരു ഡോളർ എടുത്ത് കഴിച്ചാൽ കുഴപ്പമില്ല. അത് ഞാൻ ഡോസ് എത്രയെന്ന് പറയുന്നില്ല, ആൾക്കാർ ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന നമുക്ക് ഒരു ഡോളോ അല്ല, നമ്മൾ സാധാരണ ഡോക്ടർമാർ തരുന്ന ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ പാരസെറ്റമോൾ ആണ് ഏറ്റവും സേഫ്. പിന്നെയുള്ള പെയിൻ കില്ലേഴ്സ് നല്ലതല്ല, ലിവറിന് നല്ലതല്ല, കിഡ്നിക്ക് നല്ല പ്രശ്നം ഉണ്ടാക്കാം, സൈഡ് എഫക്ട്സ് ഉള്ളതാണ്. നമ്മൾ നല്ല വേദന ഉണ്ടെങ്കിൽ നമ്മൾ ആ ബെനിഫിറ്റ് റിസ്ക് നോക്കും. നല്ല വേദന ഉള്ള ആൾക്ക് ഇപ്പോൾ കൈ ഒടിഞ്ഞ ഒരാളോട് വേദന സഹിച്ചോ ലിവർ പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡോക്ടർമാർ എഴുതി കൊടുക്കും. പിന്നെ ഓവർ ദ കൗണ്ടർ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കരുത്. കാരണം പാരസെറ്റമോൾ ആണെങ്കിൽ കുഴപ്പമില്ല, പാരസെറ്റമോൾ കഴിക്കാം. പക്ഷെ പല കോമ്പിനേഷനുകളുണ്ട്. പാരസെറ്റമോളിൻ്റെ കൂടെ പല പല മരുന്നുകൾ ചേർന്ന് വരുന്നുണ്ട്. അത് ലിവറിനും കിഡ്നിക്കും പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ എടുക്കുക. പാരസെറ്റമോൾ ഒരു തലവേദനയ്ക്ക് എടുക്കുന്നതുകൊണ്ട് ഒരു പാരസെറ്റമോൾ കഴിച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, അത് കഴിക്കാം. ഈ സോഷ്യൽ മീഡിയയിലും റീൽസ് ആയിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഷോർട്ട് കണ്ടന്റ് ഒക്കെ ആയിട്ട് ഈ ലിവർ ഹെൽത്തുമായി സംബന്ധിച്ച് പ്രചരിക്കുന്ന ഒരുപാട് സ്യൂഡോ സയൻസ് ഉണ്ട്. അത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? അത് ഒരുപാടുണ്ട്. അതായത് ഡീറ്റോക്സുകൾ, ഡീറ്റോക്സ് ഡ്രിങ്കുകൾ, ഡീറ്റോക്സ് ഡ്രിങ്കും പല പല ടോണിക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ ലിവർ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്ന ആള്. നമ്മൾ എന്ത് കഴിച്ചാലും അതിന്റെ ടോക്സിൻസ് എടുത്ത് കളയേണ്ട ആള് ലിവറാണ്. ലിവറിനെ പോയി ഡീറ്റോക്സ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു മിഥ്യാധാരണ, അങ്ങനെ വാക്കേ തെറ്റാണ് ഡീറ്റോക്സ് എന്ന് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ ഡീറ്റോക്സ് ചെയ്യാൻ ലിവറുണ്ട്, ലിവർ അത് ചെയ്തോളും. നമ്മൾ ആ ലിവറിനെ ഡീറ്റോക്സ് ചെയ്യാനായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പല സാധനങ്ങളുടെ അതും ഹെർബൽ എക്സ്ട്രാക്റ്റുകളുണ്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റുകളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ലിവറിൽ പ്ലാന്റ് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഇതൊക്കെ ലിവറിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പൈറോളിസഡീൻ ആൽക്കഹോൾ, അങ്ങനെ പല ആൽക്കലോയിഡ്സ്, അങ്ങനെ പല സാധനങ്ങളും ലിവർ ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ലിവർ ഡീറ്റോക്സ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാനേ പറ്റില്ല. ഒന്ന് ബോഡി ഡീറ്റോക്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ പറ്റിക്കാനുള്ള സാധനമാണ്. രണ്ട് സൂപ്പർ ഫുഡ്, ഈ പറഞ്ഞ പോലെ സൂപ്പർ ഫുഡ്, അങ്ങനെ ഒരു സൂപ്പർ ഫുഡൊന്നും ഇല്ല. നമ്മൾ ഭക്ഷണം മിതമായിട്ട് കഴിക്കുക, എത്ര കുറച്ച് കഴിക്കുന്നു അത്രയും സൂപ്പറാണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് സൂപ്പർ ഫുഡായിട്ട് കഴിക്കേണ്ട കാര്യമില്ല. ഈ നാട്ടുമരുന്നുകളും അതുപോലെ ഈ ഒറ്റമൂലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ലിവർ ഫെയിലിയർ ആയ ഒരുപാട് കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ചില നാട്ടുമരുന്നുകൾ അല്ലെങ്കിൽ ഈ ചില വ്യാജ ചികിത്സാ രീതികൾ എളുപ്പത്തിൽ സുഖം നേടാനും ക്യൂർ ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് രീതികളൊക്കെ ഈ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. കുറേ വൈദ്യന്മാരും ഉണ്ട്. അപ്പോൾ എല്ലാ വൈദ്യന്മാരും അല്ല കേട്ടോ, ഫേക്ക് ആയിട്ടുള്ള കുറച്ച് വൈദ്യന്മാരാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കേസസ്, ലിവറിനെ മൊത്തമായി തകർത്ത് കളഞ്ഞ കേസസ് കണ്ടിട്ടുണ്ടോ? അത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ലിവർ ഫംഗ്ഷനിങ്ങിന്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാനിപ്പോൾ പഠിച്ചത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ ഈ കോവിഡിൻ്റെ സമയത്ത് അവിടെ ഗിലോയ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യായിരുന്നു. എന്താണത് ഗിലോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ചിത്താമൃതം എന്ന് പറയും. അത് കോവിഡിന് നല്ലതെന്ന് അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും ഒരു ഡോസ് ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ ആ സമയത്ത് കോവിഡ് വന്നപ്പോൾ ആൾക്കാർ അത് എത്ര ഡോസാണെന്ന് അറിയില്ല, അവർ നല്ലപോലെ എടുത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എടുത്ത് കഴിക്കുന്ന ആൾക്കാർ, ഇന്റർനെറ്റിലൊക്കെ കണ്ടിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ലിവർ ഫെയിലിയർ കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓൺലൈൻ വൈദ്യന്മാർ പറഞ്ഞിട്ടും അല്ലാതെയും. പിന്നെ അല്ലാണ്ട് ഈ ഓൺലൈൻ പല ഈ പറഞ്ഞ പോലെ ഈ ഒറ്റമൂലി, ഇതിൻ്റെ അതൊക്കെ ഈ ഹെവി മെറ്റൽസ് ഉണ്ട്. ഈ ഹെവി മെറ്റൽസ് ഉള്ള സാധനങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ
ലോങ് ടേം പല പല ഓർഗൻസ്, ലിവർ മാത്രമല്ല വേറെ പല ഓർഗൻസിലും ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹെവി മെറ്റൽസ്, ഈ പറഞ്ഞ പോലെ എക്സ്ട്രാക്റ്റുകൾ, ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ, ഹൈ കോൺസെൻട്രേഷൻ, അതായത് ഡോസും അതിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ പ്ലാന്റ് ആൽക്കലോയിഡ്, പല പല സാധനങ്ങൾ മിക്സ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്ത് സാധനമാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ കഴിക്കുന്ന ഒരു മരുന്നിൻ്റെ അകത്ത് ഒരു 23-24 സാധനങ്ങൾ ഉണ്ടാവും. 1 2 3 4 എന്ന് പറഞ്ഞ് ഈ ഓരോരോ ആൽക്കലോയിഡ് ഉണ്ടാവും. അത് ഏത് സാധനമാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഈ ഇപ്പം നേരത്തെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു, അത് കൊഴുപ്പ് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫാറ്റി ലിവറിനെ നമുക്ക് ഈ പറഞ്ഞ വ്യായാമങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഒന്ന്, അങ്ങനെയാണെങ്കിൽ ഏത് വ്യായാമമാണ് സ്വീകരിക്കേണ്ടത്? അതൊരു കാർഡിയോ എക്സസൈസുകളിലേക്കാണോ പോകേണ്ടത്, അതോ വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഏരിയയിലേക്കാണോ പോകേണ്ടത്? നല്ല ചോദ്യമാണ്. ഫാറ്റി ലിവർ മാത്രമാണെങ്കിൽ എക്സസൈസ് കൊണ്ട് മാറ്റാം. ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഡയറ്റും എക്സസൈസും കൊണ്ട് മാറ്റാം. നമുക്ക് വേണ്ടത് വെയിറ്റ് റിഡക്ഷനാണ്. അതായത് ഫാറ്റ് ലിവർ മാത്രമേ ഉള്ളുവെങ്കിൽ ഒരു 3% വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് ഫാറ്റ് ലിവർ കുറയ്ക്കാം. നമ്മൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നില്ലേ. അപ്പോൾ ഗ്രേഡ് 2 നിന്ന് ഗ്രേഡ് 1ലേക്ക് പോകണമെങ്കിൽ നമ്മൾ 3% വെയിറ്റ് കുറച്ചാൽ മതി. അത് വ്യായാമം കൊണ്ടും ഡയറ്റ് കൊണ്ടുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്ത് എക്സസൈസ് ആണെന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ട്. എയറോബിക്കും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. പക്ഷേ നമ്മൾ കൂടുതലും സഹായിക്കുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. വെയിറ്റ് റിഡക്ഷൻ കുറയ്ക്കാനും സ്ട്രെങ്ത് ട്രെയിനിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് എത്ര ചെയ്യണം? ഒരു ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് ഇപ്പം മൺഡേ ടു ഫ്രൈഡേ ആണ് 5 ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ അരമണിക്കൂർ മൺഡേ ടു ഫ്രൈഡേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 150 മിനിറ്റ് ഒരാഴ്ചയായി. അപ്പോൾ അരമണിക്കൂർ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒരു 3% വെയിറ്റ് റിഡക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഫാറ്റ് ലിവർ സുഖമായിട്ട് റിവേഴ്സ് ആയി കിട്ടും. ഇപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഈ വാക്സിൻസ് അവൈലബിൾ ആണോ ഹെൽത്ത് സെക്ടറിൽ? മാത്രമല്ല അത് എടുക്കാൻ ഒരു പ്രത്യേക പ്രായമുണ്ടോ? ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് പോയതുകൊണ്ട് അത് എപ്പോഴെങ്കിലും എടുക്കാനുള്ളൊരു സൗകര്യമുണ്ടോ? വാക്സിൻ അവൈലബിൾ ആണ്. നമുക്ക് പല വൈറസുകളുണ്ടല്ലോ. ഹെപ്പറ്റൈറ്റിസ് എ തൊട്ട് ഇ വരെയുള്ള വൈറസുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ഉണ്ട്. നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഞാൻ പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. ആ വൈറസ് നമ്മുടെ ലിവറിൻ്റെ അകത്തേക്ക് പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് അതിന് വാക്സിൻ ഉണ്ട്. അപ്പോൾ ഈ വാക്സിൻ എല്ലാവരും എടുത്തിരിക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഈ വാക്സിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ 016, അതായത് ഫസ്റ്റ് ഡോസ് എടുത്തു, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് 2ാമത്തെ ഡോസ് എടുത്തു, പിന്നെ 6 മാസം കഴിഞ്ഞ് 3ാമത്തെ ഡോസ്, ഇങ്ങനെ 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ കഴിഞ്ഞു. അത് 2006 തൊട്ടാണെന്ന് തോന്നുന്നു ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് ആ വാക്സിൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ടുള്ളവർക്ക്, നമുക്ക് ഈ നീഡിലൂടെയൊക്കെ ഇൻഫെക്ഷൻ വരാമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും ഒക്കെ നിർബന്ധമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷന് മുമ്പാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നമ്മൾ വാക്സിനേറ്റ് ചെയ്യാറുണ്ട്. പൊതുവേ എല്ലാവരും ഈ വാക്സിൻ എടുത്തിരിക്കുന്നത് നല്ലതാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നെ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ ആണ് കോമൺ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ വരുന്ന മഞ്ഞപ്പിത്തം, നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞപ്പിത്തം. ഇത് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല. അതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാക്സിൻ നമുക്ക് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ലിവർ സിറോസിസ് ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ ആ വാക്സിൻ എടുത്തു വെക്കും, കാരണം അവർക്ക് സീരിയസ് ഇൻഫെക്ഷൻ ആയിട്ട് വരാം. അപ്പോൾ ഇല്ലെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ എടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് ഇ. ഇതിൻ്റെ വാക്സിൻ കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് എല്ലാവർക്കും, ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ കേരളത്തിൽ അത്ര കോമൺ അല്ല, അതുകൊണ്ട് എല്ലാവരും അത് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ എയും ബിയും എടുത്തു വെക്കുന്ന നല്ലതാണ്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ല, പക്ഷേ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക്, ലിവർ ട്രാൻസ്പ്ലാന്റിന് ഭീമമായൊരു തുക ആവശ്യം വരുന്നതെന്ന് അറിയേണ്ടതുണ്ട്? ഇപ്പോൾ 35 തൊട്ട് 50 ലക്ഷം വരെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? എന്താണ് അതിൻ്റെ ഒരു വിജയ സാധ്യത? പിന്നെ ഈ ലിവർ മാറ്റിയാൽ, അല്ലെങ്കിൽ ലിവർ ഒരാൾക്ക് ദാനം ചെയ്താൽ അത് പിന്നെയും വളരുമോ എന്ന സംശയം കൊണ്ട് കൊടുക്കാതിരിക്കുന്നവരുണ്ട്. ഈ ഒരു ഏരിയയിലൊന്നൊരു വെളിച്ചം വീശാമോ? ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് മുമ്പ് ആദ്യം അതിൻ്റെ എമൗണ്ട് ആണല്ലോ പറഞ്ഞത്. എമൗണ്ട് ഈ പറഞ്ഞതിൻ്റെ പകുതിയൊക്കെ ആവുള്ളൂ, ഇത്രയൊന്നും ആവില്ല. പക്ഷേ ചില കോംപ്ലിക്കേഷനോ ചില പേഷ്യൻസിൽ അത്ര ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ബാക്കിയതിന് ശേഷം കോംപ്ലിക്കേഷൻ വന്ന് കുറേ കാലം ഐസിയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആകും. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞതിൻ്റെ പകുതിയൊക്കെ ആവുള്ളൂ ഒരു ട്രാൻസ്പ്ലാന്റിന്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സെൻറ്ററിൽ അത്രേ ആവുള്ളൂ. കോസ്റ്റിൻ്റെ കാര്യം, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് ആണെന്ന് വെച്ചാൽ ഇതൊരു വലിയ സർജറിയാണ്, ചെറിയ സർജറി അല്ല. കാരണം 2 പേരുണ്ട്, ഒരു ഡോണറുണ്ട്. ഡോണറിൻ്റെ ലിവറിൻ്റെ 70% വരെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ലിവർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 500 ഫംഗ്ഷൻ ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ അകത്തൂടെ വളരെ ചെറിയ ബൈൽ ഡക്റ്റുകളാണ് പോകുന്നത്, പിത്തം കൊണ്ടുപോകുന്ന ട്യൂബുകൾ.
അതേപോലെ വെയിൻ ഉണ്ട്, ഈ പറഞ്ഞ പോലെ പോർട്ടൽ വെയിൻ എന്ന് പറഞ്ഞ വെയിൻ ഉണ്ട്, പിന്നെ ഹെപ്പാറ്റിക് ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഉണ്ട്. ഇതൊക്കെ വളരെ ചെറിയ 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 വെയിൻസ് ആണ്, ആർട്ടറിയും ഞരമ്പുകളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം, യോജിപ്പിക്കുമ്പോൾ സൂക്ഷിച്ച് യോജിപ്പിക്കണം. വളരെ ചെറിയ സാധനങ്ങളാണ്. അവിടെ ഒരു ചെറിയൊരു എറർ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ഫെയിൽ ആവാം. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സർജറിയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് സർജറിയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റും ഹാർട്ട് ട്രാൻസ്പ്ലാന്റും ഇതിലും റിലേറ്റീവ്ലി എളുപ്പമാണ് ചെയ്യാൻ. അതുകൊണ്ട് ഇത് കുറച്ച് കോംപ്ലക്സ് സർജറിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് കൂടുന്നത്. കാരണം ഇത് ലിവറിൻ്റെ 2 ടൈപ്പ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. ഒന്ന് ലിവിങ് ഡോണർ, അതായത് ഒരാൾ ജീവനുള്ള ഒരാൾ നമ്മുടെ ലിവറിൻ്റെ ഒരു ഭാഗം പകുത്തു കൊടുക്കുന്നത്. പിന്നെ ഡിസീസ്ഡ് ഡോണർ, അതായത് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരാളുടെ മുഴുവൻ ലിവർ നമ്മൾ എടുത്ത് വെക്കും. അപ്പോൾ ഈ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ലിവർ എടുക്കുമ്പോൾ ലിവർ നമ്മൾ കുറച്ച് നാൾ പ്രിസർവ് ചെയ്യാൻ ഒരു സൊല്യൂഷൻ്റെ അതൊക്കെ വെക്കണം. അതിനും ഭയങ്കര പൈസയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കോസ്റ്റ് ഈ സാധനങ്ങൾക്കും ഇതിനുള്ള എക്യുപ്മെൻസിനുള്ള കോസ്റ്റാണ്. പിന്നെ ICU സ്റ്റേ ഉണ്ട്. ഈ ഓപ്പറേഷൻ ശേഷം ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ യൂഷ്വലി ICU സ്റ്റേ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലുള്ള ഒരാൾക്ക് ഉണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് ആണെങ്കിൽ ഈ ടാബ്ലറ്റ് നമ്മൾ മരുന്ന് കൊടുക്കുമല്ലോ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കും. അത് ലിവർ ട്രാൻസ്പ്ലാന്റ് അത്രയും ആവശ്യം വരില്ല, അത്രയും ഡോസ് ആവശ്യം വരില്ല. അപ്പോൾ അത് ചെറിയ ഡോസിൽ നമുക്ക് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഈ ലിവർ കൊടുത്താൽ പ്രശ്നം ഉണ്ടാകുമോ? ലിവർ കൊടുത്തിട്ട് ഒരുപാട് പ്രശ്നമായ കേസസ് നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ പലപ്പോൾ വീഡിയോകളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. സുഹൃത്തിന് ലിവർ കൊടുത്തതാണ്, അവസാനം എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് വരുന്നത് കാണാറുണ്ട്. ലിവർ ദാനം ചെയ്താൽ വീണ്ടും ലിവർ വളരുമോ? ലിവറിൻ്റെ ഒരു പ്രത്യേകത, ലിവർ വളർന്നു വരും. നമ്മൾ ലിവർ ഡോണറിനെ നമ്മൾ എടുക്കുമ്പോൾ ഡോണറിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഡോണറിന് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ നമ്മൾ നല്ലപോലെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡോണറിനെ എടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ആർക്കും ഒരു ഡു നോ ഹാം എന്നാണ് പറയുന്നത്. നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പോയിട്ടൊരു ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഡോണറിനെ നല്ലപോലെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എടുക്കുള്ളൂ. പിന്നെ ഡോണറിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ, 1,000 ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരാം. അതൊരു ഇപ്പം ഇന്ത്യയിൽ വിജയ സാധ്യത ട്രാൻസ്പ്ലാന്റിൽ വിജയസാധ്യത അത് പേഷ്യൻറ്റിന് അതൊരു 90% മുകളിലാണ് ലോകത്തിലുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ കേരളത്തിലെ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ 95-100% വരെ കഴിഞ്ഞ വർഷം ആണെങ്കിൽ 100% സക്സസ് ആയിരുന്നു. പൊതുവേ ഓൺ ആൻ ആവറേജ് 95% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രോഗ്രസ് ഉണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ ഈ ഡോണറിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ വണ്ടി ഇടിക്കാനുള്ള സാധ്യത ഇതിൻ്റെ മരണസാധ്യതയൊക്കെ കൂടുതലാണ്. എറണാകുളത്തൂടെ നടക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ഒരു സർജറി അല്ല. പിന്നെ ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഫ്രണ്ടിനൊക്കെ അല്ല കൊടുക്കുക. അപ്പോൾ അവർ അത് മനസ്സറിഞ്ഞ് കൊടുക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യും. MRI ചെയ്യും, CT സ്കാൻ ചെയ്യും, അവരുടെ ലിവറിൽ കൊഴുപ്പുണ്ടോ എന്ന് നോക്കും. 5% കൂടുതൽ കൊഴുപ്പുണ്ടെങ്കിൽ നമുക്ക് അവരെ എടുക്കില്ല, ഡോണറിനെ എടുക്കില്ല. പിന്നെ അവരുടെ ബൈൽ ഡക്റ്റിൻ്റെ അനാറ്റമി നോക്കും. നമുക്കത് എവിടെ നിന്നാണ് മുറിക്കേണ്ടത്, മുറിച്ച് കഴിഞ്ഞാൽ എത്ര ഡക്റ്റ് വരും, അതൊക്കെ നോക്കിയിട്ടേ എടുക്കുള്ളൂ. അല്ലാതെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എടുക്കില്ല. അത് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ റിസ്ക് കുറയ്ക്കുക. അപ്പോൾ അത് തികച്ചും സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര കോമൺ ആയിട്ട് ആൾക്കാർ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു ലിവർ ഫങ്ഷനിങ് സ്മൂത്ത് ആവാൻ, ഹെൽത്തി ആവാൻ നമ്മൾ ശീലമാക്കേണ്ട, ജീവിതത്തിൽ ഒപ്പം കൂട്ടേണ്ട എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? ഇപ്പോൾ വ്യായാമം, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി പറയണമെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്ത് ശീലങ്ങളായിരിക്കും? ശീലങ്ങൾ പറയുമ്പോൾ, ഒന്ന് ഡയറ്റ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ എത്ര കഴിക്കുന്നു, എമൗണ്ട് കുറച്ച് കഴിക്കുക. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും 500 കാലറി കുറച്ച് കഴിക്കുക. കാലറി റെസ്ട്രിക്ഷൻ, അതാണ് ഏറ്റവും മെയിൻ. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ നല്ലപോലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അത് നമ്മുടെ മുട്ടയിലുണ്ട്, മൂഫ എന്ന് പറയും. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, അത് ഈ മുട്ടയിലും മീനിലും പിന്നെ ചിയ സീഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. മീനിൻ്റെ മുട്ട, അതൊക്കെ ഒമേഗ 3 ഉണ്ട്. അതൊക്കെ ഫാറ്റ് കുറയ്ക്കുന്ന സാധനം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോളിൻ എന്ന് പറഞ്ഞ സാധനം, അതായത് അതും ഈ പറഞ്ഞ മുട്ടയുടെ മഞ്ഞയിലുള്ളതാണ്, കോളിൻ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽമണ്ട്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിൻ്റെ അകത്ത് ഈ ഒമേഗ 3 ഉണ്ട്. അല്ലെങ്കിൽ മീൻ, മുട്ട, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ ലിവറിലെ ഫാറ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് പറയാനുള്ളത് ഒരു കാര്യം, കട്ടൻ കാപ്പി. അധികം ഒരു സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. മധുരം ഇടാത്ത കട്ടൻ കാപ്പി ഒരു ദിവസം 2 കപ്പ് കുടിക്കുന്നത് ലിവർ ഫാറ്റ് കുറയ്ക്കും എന്നൊരു സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ അല്ല, പുറത്തെ വെസ്റ്റേൺ സ്റ്റഡീസും ചൈനീസ് സ്റ്റഡീസും ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നീട് അവോയ്ഡ് ചെയ്യാനുള്ളത്, ഒന്ന് മദ്യപാനം അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തേത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, മൈദയും ബാക്കിയുള്ള ജങ്ക് ഫുഡും അവോയ്ഡ് ചെയ്യുക. ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, കൊക്കക്കോള, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡയറ്റിൽ ശ്രദ്ധിക്കുക.
amount കുറയ്ക്കുക. ഇതാണ് ഡയറ്റിൻ്റെ കാര്യം. പിന്നെ എക്സസൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. ഒരു ദിവസം അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക. അത് നിർബന്ധമാണ്. ചെയ്യാവുന്ന സ്ട്രെങ്ത് ട്രെയിനിങ് വീട്ടിലും ചെയ്യാമല്ലോ. വീട്ടിൽ നമുക്ക് ഡമ്പൽ വെച്ച് വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ പുഷപ്പും പുള്ളപ്പും നമ്മൾ സിറ്റപ്സ്, സ്ക്വാട്സ് എന്ന് പറയില്ലേ, അതൊക്കെ ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ ചെയ്താൽ മതി. പിന്നെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡ് വാങ്ങിക്കാൻ കിട്ടും. അത് വലിയ പൈസയില്ല, ഡമ്പൽ പോലെയല്ല. അപ്പോൾ അത് വെച്ച് ചെയ്താലും മതി. അപ്പോൾ ഇത് യൂട്യൂബിൽ നോക്കിയില്ലേ, ഫ്രീ ആയിട്ട് എത്ര വീഡിയോസ് ഉണ്ട്. അത് നമുക്ക് സുഖമായിട്ട് ഒരു ദിവസം അരമണിക്കൂർ എങ്ങനെയായാലും എക്സസൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാം, ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, വലിയ പൈസയുടെ ചിലവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കാരണം നമ്മൾ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വെയിറ്റും കൂടെ കുറയ്ക്കണം. പിന്നെ ഈ പറഞ്ഞ ഷുഗറോ കൊളസ്ട്രോളോ നമ്മൾ കുറേ റിസ്ക് ഫാക്ടർ പറഞ്ഞു, ഷുഗർ, കൊളസ്ട്രോൾ, BP, ഇതെല്ലാം നമ്മൾ മരുന്ന് കഴിക്കണമെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടും ഫാറ്റ് കുറയാത്തവർ അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇമ്പ്രൂവ് ആകാത്തവർക്ക് മരുന്നുണ്ട്. ലിവർ കട്ടിയായി പോയാൽ തന്നെ, അഡ്വാൻസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ പോയാൽ തന്നെ റിവേഴ്സ് ആക്കാനുള്ള പുതിയ മരുന്നുകൾ ഇപ്പോൾ ഉണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ഇത് 2-3 വർഷമായിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മരുന്നുകളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ജീവിതശൈലിയിൽ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് മരുന്ന് കഴിച്ചാൽ മതി. ഈ കരളിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യം ഇപ്പോൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരൻ ഒരു വർഷത്തിൽ ആവശ്യമായും ചെയ്യേണ്ടത് ഡോക്ടർ കരുതുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അതിനെങ്ങനെ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും? പലപ്പോഴും ആളുകൾ ഇത് സ്കിപ്പ് ചെയ്യുന്നതോ അതൊരുപാട് പൈസ ചിലവാന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ്. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടി ഒന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് 3 ടെസ്റ്റ് ചെയ്താൽ മതി. SGOT, SGPT എന്ന് പറഞ്ഞ ഈ 2 എൻസൈം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെയ്യാനൊരു 100 രൂപ 150 രൂപ ആവുള്ളൂ. ഈ പറഞ്ഞ SGOT, SGPT ചെയ്യാൻ എത്രയേ ആവുള്ളൂ, ഒരു 200 രൂപയിലെ കാര്യം കഴിഞ്ഞു. വർഷത്തിലൊരിക്കൽ ഈ 3 ടെസ്റ്റ് ചെയ്യുക. അതും നമ്മുടെ പ്രായം കൂടെ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ FIB-4 എന്ന് പറഞ്ഞ സ്കോർ വരും. FIB-4 FIB-4 FIB-4. അപ്പോൾ ഈ ഒരു സ്കോർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് 35 വയസ്സിന് മുകളിൽ 65 വയസ്സിന് താഴെയുള്ളവർക്ക്. അപ്പോൾ ഓരോരോ കട്ട് ഓഫ് ഉണ്ട്, അതിനകത്ത് കാണിക്കും. അപ്പോൾ അത് സ്കോർ കൂടുതലാണെങ്കിൽ അപ്പോൾ മാത്രം നമ്മളൊരു ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചിലപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരും. അത് ഇച്ചിരി വിലയുള്ളതാണ് ഫൈബ്രോസ്കാൻ. അത് കൂടുതലാണെങ്കിൽ മാത്രം, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാം. അങ്ങനെ വേറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സിമ്പിളായിട്ടുള്ള ഈ ബ്ലഡ് ടെസ്റ്റും ഒരു അൾട്രാസൗണ്ട് സ്കാനും വർഷത്തിലൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അധികം പൈസ ആവില്ല. ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഉണ്ടോ, പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് നോക്കി പോവാം. ഈ യങ്സ്റ്റേഴ്സൊക്കെ ഒരുപാട് ക്രാഷ് ആയിട്ടുള്ള ഡയറ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ ഈ ജാപ്പാനീസ് ഫുഡിനൊക്കെ അനുകരിച്ച് 1 മീൽ എ ഡേ, ഒരു ദിവസം 1 മീൽ മാത്രം കഴിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പുറത്തേക്ക് പറഞ്ഞ പോലെ ലേറ്റ് നൈറ്റായിട്ട് ഉറങ്ങുക, ഗെയിം ചെയ്യുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ലിവറിൻ്റെ ഹെൽത്തിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജെൻസി ആണല്ലോ, ജെൻസികളുടെ കാലമാണല്ലോ, അവരോട് ഡോക്ടർക്കൊരു സന്ദേശം പോലെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ എന്തായിരിക്കും കൺസേൺ ടു ലിവർ ഹെൽത്ത്? അവരോട് പറയാനുള്ള ഇതേ ഉള്ളൂ, നമ്മുടെ ഡയറ്റ് നോക്കുമ്പോൾ ഈ ക്രാഷ് ഡയറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പല ഡയറ്റുകളുണ്ട്. അത് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ഡയറ്റ്, അത് ഫാറ്റ് ലിവർ ചിലപ്പോൾ ഉണ്ടാക്കാം. വളരെ റെയർ ആയിട്ടുള്ള കേസിൽ പെട്ടെന്ന് വെയിറ്റ് കുറച്ച് കാരണം ആ ലിവറിൽ ഫാറ്റ് കൂടിയ കേസുകൾ വരെയുണ്ട്. ഭയങ്കര സിവിയർ ഫാറ്റ് ലിവർ വന്ന കേസുകളുണ്ട്. അപ്പോൾ ക്രാഷ് ഡയറ്റ് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ശരീരം കുറേ എനർജി ഉപയോഗിക്കും. അതിനേക്കാൾ കുറച്ച് കഴിക്കുക. അതായത് ബേസിക് ആവശ്യമുള്ള ഒരു എനർജി ഉണ്ട്. ചിലർക്ക് അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റിന് താഴെ ഇങ്ങനെ ക്രാഷ് ഡയറ്റ് ചെയ്ത് കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി തന്നെ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ കാറ്റബോളിസം എന്ന് പറഞ്ഞ സംഭവം നടക്കും. മസിലും എല്ലാം നമ്മുടെ പോവും. അങ്ങനെ അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഒരിക്കലും ക്രാഷ് ഡയറ്റ് അഡ്വൈസബിൾ അല്ല. ഈ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെയും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. BMRന് മുകളിൽ വേണം കഴിക്കാൻ. അത് ഒരു ഡയറ്റീഷ്യനെ കണ്ട് അല്ലെങ്കിൽ ഒരു ഹെപ്പറ്റോളജിസ്റ്റിനോ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ട് നമ്മളത് തീരുമാനിച്ചിട്ട് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. ക്രാഷ് ഡയറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. 2, ഉറക്കം. ഗെയിമൊക്കെ കളിക്കാം, പക്ഷേ 8 മണിക്കൂർ ഉറങ്ങണം. എസ്പെഷ്യലി ഈ അഡോളസൻസ്, അവർക്ക് ഈ 6 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. 8 മണിക്കൂർ ഉറങ്ങണം. അതൊരു ശീലമാക്കുക. നല്ലപോലെ ഈ പറഞ്ഞ പോലെ ഡയറ്റ് ചെയ്യുക. വെയിറ്റ് കൂടാണ്ട് നോക്കുക. ജങ്ക് ഫുഡ് അവോയ്ഡ്. ജങ്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാന്നല്ല, അവർക്ക് അവരുടെ പ്രായത്തിലുള്ളവർക്ക് ബർഗർ കഴിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. വല്ലപ്പോഴൊക്കെ കഴിക്കാം. ഇപ്പോൾ കുട്ടികളിലും അഡോളസൻസിലും ഒക്കെ ഭയങ്കരമായിട്ട് ഫാറ്റ് ലിവർ കൂടുതലാണ്. ഈ 8-1 കുട്ടികൾക്ക് ഇപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഭയങ്കര കോമൺ ആണ്. പണ്ടത് ഇല്ലായിരുന്നു. പണ്ട് ഈ ഷുഗർ എന്ന് പറയുന്നത് തന്നെ ഒരു 30-40 വർഷം കൊണ്ട് നോക്കി കഴിഞ്ഞാൽ പേ വാർഡിലെ പേഷ്യൻ്റ് ആണ്. ജനറൽ വാർഡിലെ പേഷ്യൻ്റ് ഒന്നും ഇല്ല. പൈസ ഉള്ളവരുടെ അസുഖമായിരുന്നു. ഇപ്പൊ ഷുഗർ ഇല്ലാത്ത ആൾക്കാരില്ല. അതുപോലെ തന്നെയാണ് ഫാറ്റ് ലിവർ വന്നിട്ടുണ്ട്. അതെ. ഇപ്പൊ കുട്ടികളിൽ ഇപ്പൊ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്തൊരു അസുഖമായിരുന്നു.
അപ്പോൾ ഫാറ്റ് ലിവർ കുട്ടികളിൽ വരെ ഭയങ്കര കോമൺ ആണ്, നമ്മൾ വിചാരിക്കുന്നതിലും കോമൺ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അവർ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, വ്യായാമം ചെയ്യുക. വീഡിയോ ഗെയിം കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതുപോലെ എക്സസൈസും വേണം, 8 മണിക്കൂർ ഉറക്കവും വേണം. ഇപ്പോൾ ചാറ്റ് ജി പി ടിയോടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ അധികവും സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ലിവർ ഫംഗ്ഷനിങ്ങിൻ്റെത് മാത്രമല്ല, ജനറലായിട്ടൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഈ ചാറ്റ് ജി പി ടിനെയും ജെമിനൈനെയും ഗൂഗിളിനെയും ഒക്കെ പൊതുവിൽ ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് എത്രമാത്രം ആരോഗ്യപരമാണ്? ചാറ്റ് ജി പി ടി അടുത്തൊക്കെ ചോദിക്കുന്നതല്ലാണ്, പക്ഷേ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വരുമ്പോൾ അവർ ചാറ്റ് ജി പി ടി അവരെ ഭയങ്കര വല്ലാണ്ട് പേടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സിംറ്റംസ് ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ക്യാൻസറിൻ്റെ സിംറ്റം അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചാറ്റ് ജി പി ടിയും കുറ്റം പറയാൻ പറ്റില്ല, അതൊരു ക്യാൻസർ ലാംഗ്വേജ് ബേസ്ഡ് AI മോഡലാണല്ലോ. അതെ, മോഡലാണ്. അപ്പോൾ അത് അടിച്ച് നോക്കിയിട്ട് അത് കണ്ട് പേടിക്കരുത്. നമ്മളെപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. അത് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ ചാറ്റ് ജി പി ടിയെ കുറിച്ച് ഇത് വായിച്ച് നമ്മുടെ അസുഖത്തിനെ കുറിച്ചും നമ്മുടെ സിംറ്റംസിനെ കുറിച്ചൊക്കെ അറിയുന്നത് നല്ലതാണ്. പക്ഷെ അത് പാടെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലെവൽ അഡ്വൈസബിൾ അല്ല, ആയിട്ടില്ല. ഇപ്പോഴും അത് വളർന്നിട്ടില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അത് ആയി വന്നുകൊണ്ടിരിക്കാം, പക്ഷെ ഇപ്പം അത്രയ്ക്ക് ഒരു ലെവലായിട്ടില്ല. കാരണം നമ്മൾ നമ്മുടെ സിംറ്റം അടിച്ചാൽ തന്നെ ലിവർ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് വരും, പിന്നെ അത് കണ്ട് നമ്മൾ പേടിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡയറ്റ്, ഇപ്പോൾ ഒരു ദിവസം എത്ര കാലറി നോക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ അടിക്കുകയാണ്, ഞാൻ രാവിലെ 2 ദോശ കഴിച്ചു, ഇത്ര ചമ്മന്തി കഴിച്ചു, ഒരു മുട്ട കഴിച്ചു, എൻ്റെ എത്ര കാലറി ആയി, അത് കറക്റ്റായിട്ട് ചാറ്റ് ജി പി ടി പറയും. എനിക്കൊരു ഡയറ്റ് പ്ലാൻ തരാൻ പറയാം. എനിക്കൊരു 1600 കാലറി, അതിൻ്റെ അകത്തൊരു 75 ഗ്രാം പ്രോട്ടീൻ ഉള്ള ഒരു ഡയറ്റാണ് എൻ്റെ ഹെപ്പറ്റോളജിസ്റ്റ് പറഞ്ഞു. എനിക്കൊരു ഡയറ്റ് പ്ലാൻ തരാമോ, നമ്മുടെ നാടൻ ഭക്ഷണം വെച്ചിട്ട്? അത് ചാറ്റ് ജി പി ടി നന്നായിട്ട് തരും. അപ്പം അങ്ങനെയുള്ള പല പല യൂസസും ചാറ്റ് ജി പി ടിക്ക് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ എത്ര കാലറി എൻ്റെ അകത്തുണ്ട് അത് പറഞ്ഞു തരും. അപ്പോൾ ഡോക്ടറിനെ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാവാത്ത ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് പല പല മെഡിക്കൽ ടേംസ് ഉണ്ടാവും, അതൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഡോക്ടർമാരുടെയും പേഷ്യൻറ്റിൻ്റെയും വരെ ഗ്യാപ്പ് വരുന്ന കമ്മ്യൂണിക്കേഷനാണ്. ചിലപ്പോൾ ഒ പി ഡിയിൽ സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്യാപ്പൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ചാറ്റ് ജി പി ടി. ഈ പറഞ്ഞ പോലെ ഡയറ്റിനും എക്സസൈസിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് ചാറ്റ് ജി പി ടി. നമുക്ക് പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞ ഡയറ്റ് എത്ര കാൽക്കുലേറ്റ് ചെയ്ത് അവർ പലപ്പോഴും ചാറ്റ് ജി പി ടിയിൽ അടിച്ചിട്ട് നമുക്ക് അയച്ചു തരാറുണ്ട്. ഇത്ര കാലറി കഴിച്ചു, നമ്മൾ ഇത്ര കാലറി കുറച്ച് കഴിച്ചു. അപ്പോൾ അത് യൂസ്ഫുൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ. എന്തായാലും ഈ കരളിന് 500-ലധികം ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളതൊരു പുതിയ അറിവായിരുന്നു. ഇനിയും ആളുകൾ ഈ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് സ്വയം എഡ്യൂക്കേറ്റ് ആവട്ടെ, കരളിനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ. നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.